ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്കപ്പഴം വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കാം. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കപ്പഴം കുക്കറിലിട്ടിട്ട് 2 വിസിൽ വരുന്ന വരെ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, പക്ഷേ അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അതേ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അമൃതം പൊടിയാണ്. അപ്പോൾ നമുക്ക് ഈ അമൃതം പൊടി നമ്മളതിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ വല്ലാണ്ട് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അമൃതം പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചക്കപ്പഴത്തിൻ്റെ സീസണൊന്നല്ല, എന്നാലും ഞാൻ ക്ലീൻ ചെയ്ത ചക്കപ്പഴം ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് ചക്കപ്പഴം ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ അതിൽ അമൃതം പൊടി ചേർത്തേക്കണ കാരണം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. നമുക്കതിലേക്ക് ഒരു 3-4 ബെല്ലം ശർക്കര ഉരുക്കിയത് അതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഈ ചക്കപ്പഴത്തിനനുസരിച്ച് അതിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് മധുരം ഇടുന്നത് നമുക്ക് വ്യത്യാസപ്പെടുത്താം. പിന്നെ ഞാൻ അതിലേക്ക് 1/4 കപ്പ് നാളികേരവും 1 സ്പൂണ് ഏലക്കായ പൊടിച്ചതും പിന്നെ ഒരു നുള്ള് ജീരകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജീരകപ്പൊടി അതിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണൊക്കെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഞാനതിനെ കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയിട്ട് ഞാനത് അതിനെ ബോൾ പോലെയാക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ നെയ്യ് പുരട്ടിയിട്ട് ഞാനതിലേക്ക് ഇതുപോലെ അമർത്തി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ആവിയിൽ വേവിച്ചാൽ മതി. ഇത് 2-3 എണ്ണമൊക്കെ ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണിത്. കുട്ടികൾക്ക് ഏത് കുട്ടികളും ഈ അമൃതം പൊടിയൊക്കെ കലക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കഴിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളത് ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.